റിയാസ് സലീം സ്റ്റോറി ഇട്ടിരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. റിയാസ് സലീമിന് ഭയങ്കര ദുഃഖം. ഏത് സാധാരണക്കാരൻ, ഇന്നലെ റിയാസ് സലീം ഇട്ടിട്ടുണ്ടായിരുന്നു, സാധാരണക്കാരൻ ഇന്നസെന്റ് എന്ന്. ഏത് ഇന്നസെന്റ്? പാകിസ്ഥാനിൽ ഒരു സിവിലിയനെ ഇന്ത്യൻ ആക്രമണത്തിൽ കൊലയപ്പെട്ടു എന്ന് റിയാസ് സലീം തെളിയിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ വാചകം അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടും. റിയാസെ വലിയ ഡയലോഗ് അടിക്കാൻ ഇങ്ങോട്ട് വരരുത്. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ കൊലയാടി മോന്റെ രോമത്തെ തൊട്ടാൽ തനിക്ക് നോവും അല്ലടാ. ഇവിടെ വന്ന് നിങ്ങൾ ഈ 26 പേരെ കൊന്നപ്പം അന്നെന്തേ നിങ്ങൾ മനുഷ്യരെ കുറിച്ച് സംസാരിക്കാന്ന്? റിയാസ് ഇപ്പൊ തൽക്കാലം ഏതെങ്കിലും ലിപ്സ്റ്റിക്കിന്റെ പ്രൊമോഷൻ ഒക്കെ പിടിച്ചിട്ട് സൈഡ് ചെയ്യും. ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരാന്നിരുത്, തിരിച്ച് നല്ലത് കിട്ടും എന്നുള്ളത് റിയാസ് അങ്ങ് മനസ്സിലാക്കിയത്. മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം. ഇല്ലാച്ച കടയോടെ വിഴുതെറിയ അത്ര തന്നെ. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാത്തത്. റിയാസ് എപ്പോഴും ഒരു റൂമിൽ ഇരുന്ന് ഭയങ്കര സേഫ് ആയിട്ടിരിക്കുന്ന ആളായതുകൊണ്ട്. ഇതിന് പുറത്തൊരു ലോകമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ആർമിയിലൊക്കെ ജോലിക്ക് പോകുന്ന പിള്ളേരുണ്ട്. അതിന്റെ ഒരു ശേഷി വളരെ വലുത്. റിയാസെ ഓരോ 1.5 കിലോമീറ്റർ 5.5 മിനിറ്റ് ഓടി കയറാൻ റിയാസിന് പറ്റുമോ? അങ്ങനെ കയറുന്ന പിള്ളേരുണ്ട്. ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഒക്കെ കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫിസിക്കലൊക്കെ കഴിഞ്ഞ് റിട്ടേൺ എക്സാം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് കണ്ണിന് കണ്ണ് പല്ലെന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ഇന്ത്യൻ ആർമിയുടെ പിള്ളേരുണ്ട്. അവർ നോക്കിക്കോളും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. എൻ്റെ ഇടയ്ക്ക് റിയാസ് കയറി മറ്റേ പരിപാടി കാണിക്കണം. റിയാസിനോട് പറ്റത്തില്ല, അതൊന്നും വിട്ടേ. തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിരുള്ള ആൺ ചെറുക്കൻ ഞാൻ മാത്രമാണെന്ന്. അല്ല,